എല്ലാവർക്കും LK കിസ് വേൾഡിലേക്ക് സ്വാഗതം. രാമായണത്തെപ്പറ്റി അറിയേണ്ടതെല്ലാം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതുപോലെയുള്ള വീഡിയോകൾ കാണാൻ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. രാമായണ കിസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യത്തെ ചോദ്യം: ദശരഥ മഹാരാജാവിൻ്റെ രാജ്യം ഏത്? ഉത്തരം കോസലം. കോസല രാജ്യത്തിൻ്റെ തലസ്ഥാനം ഏതാണ്? ഉത്തരം അയോധ്യ. ദശരഥ മഹാരാജാവിൻ്റെ പിതാവിൻ്റെ പേരെന്താണ്? ഉത്തരം അജമഹാരാജാവ്. ദശരഥന്റെ പത്നിമാർ ആരെല്ലാം? ഉത്തരം കൗസല്യ, കൈകേയി, സുമിത്ര. ദശരഥ പത്നിമാരിൽ ഇരട്ടക്കുട്ടികളെ പ്രസവിച്ചത് ആരായിരുന്നു? ഉത്തരം സുമിത്ര. സുമിത്രയുടെ പുത്രന്മാർ ആരെല്ലാം? ഉത്തരം ലക്ഷ്മണൻ, ശത്രുഘ്നൻ. ദശരഥ മഹാരാജാവിൻ്റെ പുത്രന്മാർ ആരെല്ലാം? ശ്രീരാമൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ, ഭരതൻ. ദശരഥ പുത്രന്മാരിൽ ഏറ്റവും ഇളയത് ആരായിരുന്നു? ഉത്തരം ശത്രുഘ്നൻ. ശ്രീരാമന്റെ മാതാവ് ആരായിരുന്നു? ഉത്തരം കൗസല്യ. ഭരതന്റെ മാതാവ് ആര്? ഉത്തരം കൈകേയി. കൈകേയി ഏത് രാജ്യത്തെ രാജാവിൻ്റെ പുത്രിയായിരുന്നു? ഉത്തരം കേകയം. മഹാവിഷ്ണുവിൻ്റെ ശംഖിൻ്റെ അംശമായി ജനിച്ച ദശരഥൻ പുത്രൻ? ഉത്തരം ഭരതൻ. സുദർശന ചക്രത്തിൻ്റെ അംശമായി ജനിച്ച ദശരഥപുത്രൻ? ഉത്തരം ശത്രുഘ്നൻ. ആദിശേഷന്റെ അംശമായി ജനിച്ച ദശരഥപുത്രൻ ആര്? ഉത്തരം ലക്ഷ്മണൻ. ലങ്ക സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ത്രികുട പർവ്വതത്തിൻ്റെ മുകളിൽ. രാവണന്റെ പിതാവിൻ്റെ പേര് എന്താണ്? ഉത്തരം വിശ്രവസ്. രാവണന്റെ മാതാവിൻ്റെ പേരെന്താണ്? ഉത്തരം കൈകസി. ശ്രീരാമസേനയിലെ വൈദ്യൻ ആരാണ്? ഉത്തരം സുഷേണൻ. രാവണന്റെ ദൂതനായ ശുകനെ രാക്ഷസനായി പോകട്ടെ എന്ന് ശപിച്ചതാരാണ്? ഉത്തരം അഗസ്ത്യമുനി. മധുവനത്തിന്റെ സൂക്ഷിപ്പുകാരൻ ആരായിരുന്നു? ഉത്തരം ദതിമുഖൻ. രാവണന്റെ ഇളയ പുത്രനായ അക്ഷകുമാരനെ വധിച്ചതാര്? ഉത്തരം ഹനുമാൻ. ഹനുമാന്റെ മാതാവിൻ്റെ പേരെന്താണ്? ഉത്തരം അഞ്ജന. ലങ്കയിൽ സീതയോട് ദയ തോന്നിയ രാക്ഷസി ആരാണ്? ഉത്തരം ത്രിജട, സരമ എന്നും പറയും. വിദ്യുച്ഛിഹൻ ആരാണ്? മായാവിയായ ഒരു രാക്ഷസൻ. ലങ്കയിലേക്ക് കുതിക്കുന്ന
ഹനുമാന്റെ മിടുക്ക് പരീക്ഷിക്കുന്നതിന് വേണ്ടി ആദ്യം വഴിമുടക്കിയതാരാണ്? ഉത്തരം സുരസ. മകരാക്ഷൻ ആരാണ്? ഉത്തരം ഖരന്റെ പുത്രൻ. സഹസ്രമുഖ രാവണൻ ആരായിരുന്നു? ദതി എന്ന സമുദ്രമധ്യത്തിൽ കഴിഞ്ഞിരുന്ന ഒരു അസുരൻ. സഹസ്രമുഖ രാവണൻ ബ്രഹ്മാവിൽ നിന്നും നേടിയ പ്രധാന വരം എന്തായിരുന്നു? സ്ത്രീകൾ ഒഴികെ തനിക്ക് മറ്റൊരാളാലും മരണം സംഭവിക്കരുത് എന്ന വരം. ദേവേന്ദ്രന്റെ സഭയുടെ പേരെന്ത്? ഉത്തരം സുധർമ്മ. യാഗരക്ഷയ്ക്കായി രാമലക്ഷ്മണന്മാരെ തൻ്റെ കൂടെ അയക്കുവാൻ അഭ്യർത്ഥിച്ചത് ആരായിരുന്നു? ഉത്തരം വിശ്വാമിത്രൻ. വിശ്വാമിത്രൻ യാഗം നടത്തിയ ആശ്രമത്തിൻ്റെ പേരെന്തായിരുന്നു? ഉത്തരം സിദ്ധാശ്രമം. വിശ്വാമിത്രൻ്റെ ആശ്രമം എവിടെയായിരുന്നു? ഉത്തരം തമസാ നദിയുടെ തീരത്ത്. വിശപ്പും ദാഹവും അറിയാതിരിക്കാൻ വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാർക്ക് ഉപദേശിച്ചു കൊടുത്തത് എന്താണ്? ഉത്തരം പല അതിപല. വിശ്വാമിത്രന്റെ യാഗം മുടക്കുവാനെത്തിയ രാക്ഷസന്മാർ ആരെല്ലാമായിരുന്നു? മാരീചനും സുബാഹുവും. വിശ്വാമിത്രന്റെ യാഗം മുടക്കുവാൻ എത്തിയ രാക്ഷസന്മാരിൽ ശ്രീരാമനാൽ വധിക്കപ്പെട്ടതാര്? ഉത്തരം സുബാഹു. സകരൻ ആരായിരുന്നു? ഉത്തരം സൂര്യവംശിയായ ഒരു രാജാവ്. കുഞ്ഞായിരുന്നപ്പോൾ ഹനുമാനു നേരെ വജ്രായുധം പ്രയോഗിച്ചത് ആരാണ്? ഉത്തരം ദേവേന്ദ്രൻ. രാവണ സഹോദരി ശൂർപ്പണഖയുടെ ഭർത്താവിൻ്റെ പേരെന്ത്? ഉത്തരം വിദ്യുദ്യുഹൻ. വാനരന്മാരുടെ സേനാപതിയായി ശ്രീരാമൻ നിയമിച്ചത് ആരെയാണ്? ഉത്തരം നീലനെ. കബന്ധൻ എന്ന ഗന്ധർവൻ രാക്ഷസനായി മാറിയ ആരുടെ ശാപം നിമിത്തമാണ്? ഉത്തരം അഷ്ടവക്രൻ മഹർഷിയുടെ. അഷ്ടവക്രൻ കബന്ധനെ ശപിച്ചത് എന്തിനായിരുന്നു? വൈരൂപ്യത്തിൻ്റെ പേരിൽ കളിയാക്കിയതിനാൽ. ജനക മഹാരാജാവിൻ്റെ സഹോദരൻ്റെ പേരെന്ത്? ഉത്തരം കുശധ്വജൻ. വനവാസത്തിന് പുറപ്പെട്ട സീതാരാമലക്ഷ്മണന്മാരുടെ തേർ തെളിച്ചതാര്? ഉത്തരം സുമന്ത്രൻ. ദശരഥ മഹാരാജാവിൻ്റെ വംശം ഏത്? ഉത്തരം സൂര്യവംശം. സൂര്യവംശത്തിലെ ഗുരു ആരാണ്? ഉത്തരം വസിഷ്ഠ മഹർഷി. ഇന്ദ്രജിത്തിനെ വധിക്കാനായി ലക്ഷ്മണൻ പ്രയോഗിച്ച അസ്ത്രം ഏതാണ്? ഉത്തരം ഇന്ദ്രാസ്ത്രം. കുംഭകർണന്റെ പുത്രന്മാർ ആരെല്ലാം? കുംഭനും നികുംഭനും. രാവണന്റെ സഹോദരിയുടെ പേരെന്താണ്? ഉത്തരം ശൂർപ്പണഖ. ശൂർപ്പണഖ എന്ന പേരിൻ്റെ അർത്ഥമെന്ത്? മുറത്തിൻ്റെ ആകൃതിയുള്ള നഖമുള്ളവൾ. സമുദ്രത്തിൻ്റെ അടിയിൽ നിന്ന് ഉയർന്നു വന്ന ചിറകുള്ള പർവ്വതം ഏത്? ഉത്തരം മൈനാകം. മനുഷ്യനൊഴികെ മറ്റാർക്കും രാവണനെ വധിക്കാൻ കഴിയില്ല എന്ന് വരം കൊടുത്തതാരാണ്? ഉത്തരം ബ്രഹ്മാവ്.
സമുദ്രതീരത്ത് രാമസൈന്യം എത്തിയപ്പോൾ രാവണൻ അയച്ച ചാരന്മാർ ആരെല്ലാം? ശുകൻ, സാരണൻ. മകരാക്ഷനെ കൊന്നതാരാണ്? ഉത്തരം ശ്രീരാമൻ. ലങ്കയിൽ സീതാദേവി കഴിഞ്ഞുകൂടിയത് എവിടെയാണ്? ഉത്തരം അശോകവനത്തിൽ. ഇന്ദ്രജിത്ത് വാനര സൈന്യത്തിനു നേരെ തൊടുത്ത അസ്ത്രം ഏത്? ഉത്തരം നാഗാസ്ത്രം. ഇന്ദ്രന്റെ തേരാളി ആരായിരുന്നു? ഉത്തരം മാതലി. മോക്ഷപ്രാപ്തിക്കായി 3 സാധനായോഗങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം ഭക്തിയോഗം, ജ്ഞാനയോഗം, കർമ്മയോഗം. ശിവന്റെ കയ്യിലുള്ള വില്ലിന്റെ പേര് എന്താണ്? ഉത്തരം കോദണ്ഡം. ശ്രീരാമന് വൈഷ്ണവാചാപവും അമ്പൊടുങ്ങാത ആവനാഴിയും സമ്മാനിച്ചത് ആരാണ്? ഉത്തരം അഗസ്ത്യമുനി. വിഭീഷണന്റെ പത്നിയുടെ പേരെന്ത്? ഉത്തരം സരമ. ഇന്നത്തെ വാക്ക് ആഗ്രഹിക്കുകയും കാത്തിരിക്കുകയും ചെയ്യുന്ന നിമിഷങ്ങളാണ് ജീവിതത്തിൽ ഏറ്റവും സന്തുഷ്ടമായവ. ഒരു സ്വപ്നം സഫലമായാൽ ഉടൻ അതിൻ്റെ ലഹരി നഷ്ടപ്പെടും. ഗിയാൻ കാർലോ മനോട്ടിയുടെ വാക്കുകൾ. താങ്ക് യു ഫോർ വാച്ചിങ്.